അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ആരോഗ്യത്തോടെ റമദാനിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകണം. എന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ നിങ്ങളിൽ ഇല്ലാണ്ടാവണം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ അതാണ്. രോഗികളുടെ എണ്ണം കുറക്കുക, ആരോഗ്യമുള്ളവർ വർദ്ധിക്കട്ടെ. നമ്മുടെ രാജ്യം, നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്, അഭിമാനമാണ് നമ്മുടെ രാജ്യം എന്നുള്ളത്. രാജ്യത്തിലെ ജനങ്ങൾ, അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുമാണ്. അപ്പോൾ രോഗമുക്തിയിലേക്ക് നിങ്ങളെ ആനയിക്കുന്ന, നിങ്ങളെ കൈപ്പിടിച്ച് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്ന നിലയിൽ നിങ്ങൾ ഈ സന്ദേശം ഒരുപാട് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ ഇത് കാണണം, കേൾക്കണം, അറിയണം. അവരും ഒത്തിരി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ രോഗാതുരത വലിയ പ്രയാസമാണ്. രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒരു നല്ല ഫങ്ഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു നല്ല യാത്ര അവർക്ക് ഒരു പക്ഷേ ആസ്വദിക്കാൻ പറ്റില്ല. ഒരു രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണ്. നമ്മൾ പലപ്പോഴും അവരെ കാണാൻ പോകുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. നമ്മൾ സുഖത്തിൻ്റെ ലോകത്ത് പിന്നെയും മാറിപ്പോവാണ്. നമ്മൾ പിന്നെയും നമ്മുടേതായ സുഖത്തിൻ്റെ ലോകത്ത് ആകുമ്പോഴും ഒരു രോഗി അനുഭവിക്കുന്ന പ്രയാസം എത്ര വലുതാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? മാത്രമല്ല, പുതിയ കാലഘട്ടത്തിൽ എന്നെ വളരെ അലോസരപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒത്തിരി രോഗികൾക്ക് അനേകായിരങ്ങളുടെ സഹായഹസ്തങ്ങൾ അതുവഴി നീണ്ടിട്ടുണ്ടാവാം. പക്ഷെ പലപ്പോഴും പൊട്ടിക്കരഞ്ഞ് മകൻ്റെ രോഗം, മകളുടെ രോഗം, ഭർത്താവിൻ്റെ രോഗം പറയുന്ന ദീനരോദനങ്ങൾ എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ രോഗമുക്തിയിലേക്ക് സന്തോഷത്തോടെ, റാഹത്തോടെ, സമാധാനത്തോടെ നമുക്ക് പോവണം. അതിന് സാധ്യമാക്കുന്ന ഒരു ഇബ്രാഹീമി വചനം, അതാണ് ഞാൻ ഈ ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളിലേക്ക് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. രോഗശമനം സാധ്യമാക്കുന്ന ഇബ്രാഹീമി വചനം. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ, ലോക നാഗരികതയുടെ ചരിത്രത്തിൽ തന്നെ പെരുമയുള്ള പേരാണ് ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രോഗശമനത്തെ എങ്ങനെ സാധ്യമാക്കി, രോഗത്തെ എങ്ങനെ കണ്ടു, രോഗത്തെ എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളത് ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. വൈദ മരിൽത്തു ഫഹുവ യശ്ഫീൻ. അപ്പോൾ ഞാൻ രോഗിയാണ്, അവൻ രോഗശമനം നൽകുന്നവനാണ്. ഞാൻ രോഗിയാണ്, അവൻ രോഗശമനം നൽകുന്നവനാണ്. ഇതൊരു പ്രാർത്ഥനയാണ്, ഇതൊരു ആത്മധൈര്യം നൽകുന്ന വചനമാണ്, ഇതൊരു രോഗിയിലുണ്ടാവേണ്ട ബോധമാണ്. അപ്പോൾ ഇബ്രാഹിമി സംസ്കാരം നിങ്ങൾ തുടരുക, ഇബ്രാഹിമി ശൈലി നിങ്ങൾ തുടരുക. അത് ജീവിതത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും രോഗശമനത്തിൻ്റെ കാര്യത്തിലും ഇബ്രാഹിമിയത്ത് അല്ലെങ്കിൽ ഇബ്രാഹിമി ശൈലി എന്നുള്ളത് വളരെ എഫക്റ്റീവാണ്. കാരണം ജീവിതത്തിൽ ഒരു സാധാരണക്കാരൻ നോക്കിക്കാണുകയാണെങ്കിൽ നിരന്തരം പരീക്ഷണങ്ങളിലൂടെ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഇബ്രാഹിം നബി എന്ന് പറയുന്നത്. കുഞ്ഞുനാളിലുണ്ടായ അനുഭവങ്ങൾ മുതൽ, തുടർന്ന് വൈവാഹിക ജീവിതത്തിൽ കുഞ്ഞുണ്ടാവാതെ ഉണ്ടായ പരീക്ഷണം മുതൽ, കുഞ്ഞുണ്ടായപ്പോൾ ഉണ്ടായ ബലി അർപ്പണത്തിന് വേണ്ടിയുള്ള പരീക്ഷണം മുതൽ, പിന്നീട് ആ കുഞ്ഞിനെയും പ്രിയപ്പെട്ട പത്നിയെയും ദൂരദേശത്ത് ഉപേക്ഷിച്ച് വരണമെന്ന കൽപ്പനയുടെ പരീക്ഷണം. അങ്ങനെ ആ കുഞ്ഞിനെയും മാതാവിനെയും കൊണ്ട് വിജനമായ മരുപ്പറമ്പിൽ, മരുഭൂമിയിൽ, ആൾപ്പാർപ്പില്ലാത്ത, പച്ചപ്പില്ലാത്ത, കണികയില്ലാത്ത, ഒരു ചെറിയ തടാകം പോലും കാണാത്തൊരിടത്ത് ഒരു കുഞ്ഞിനെയും മാതാവിനെയും ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരനുഭവത്തിൻ്റെ പരീക്ഷണം എത്ര വലുതാണ്. അപ്പോൾ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ നിരന്തരം പ്രവേശിപ്പിക്കപ്പെട്ട ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ അവസ്ഥയിൽ രോഗിയായാൽ, എന്നെ രോഗം പിടികൂടിയാൽ ഞാൻ അതിനെ ഭയത്തോടെ കാണുന്നില്ല. നമ്മുടെ രോഗികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം ഭയമാണ്, രോഗഭയം. എന്തായിത്തീരും എൻ്റെ ഈ രോഗാവസ്ഥ? അപ്പോൾ രോഗിയിൽ ഭയമുണ്ടാകാൻ, ഒരു രോഗി ഭയക്കേണ്ടതുണ്ടോ? ഭയം എന്ന വികാരം രോഗിയിൽ ഉണ്ടായാലുള്ള പ്രശ്നം എന്താണ്? രോഗം വർദ്ധിക്കും.
ഭയം എന്ന വികാരം രോഗിയിലുണ്ടായാൽ രോഗം വർദ്ധിക്കും, ഇമ്മ്യൂണിറ്റി ഡിസോർഡർ ആകും, പ്രതിരോധ സംവിധാനം താറുമാറാകും, ശരീരത്തിലെ തന്നെ രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ട ആൻറ്റിബോഡീസുകൾ കൂടുതൽ ഡെഡാകും. അപ്പോൾ ഭയമാണോ വേണ്ടത്, ശ്രദ്ധയാണോ വേണ്ടത്? അതായത് ഭയമാണോ വേണ്ടത്, ജാഗ്രതയാണോ വേണ്ടത് എന്ന് ഇബ്രാഹിം നബിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു വചനം നമ്മൾ ഖുറാനിൽ കാണുന്നത് വൈദ മരിൽതു ഫഹുവ യശ്ഫിൻ, ഒരു ബോധം ജനിപ്പിക്കുകയാണ്, ഒരു പ്രതീക്ഷ ജനിപ്പിക്കുകയാണ്. ഞാൻ രോഗിയായാൽ ഞാൻ എന്തിനു ഭയക്കണം? എൻ്റെ ശരീരത്തിൻ്റെ ക്രിയേറ്റർ തന്നെയാണ് അതിൻ്റെ ക്യുറൻഡർ. എൻ്റെ ശരീരത്തെ ആരാണോ ക്രിയേറ്റ് ചെയ്തത് അവൻ അത് ശിഫയാക്കാൻ കഴിവുള്ളവനാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ എന്ന ഇബ്രാഹീമി വചനത്തെ ഒരാൾ ഓർത്തെടുക്കുകയും അത് തൻ്റെ പ്രാർത്ഥനാ വചനമായി, തൻ്റെ ചിന്തയായി ഒരാൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് ഭയനിവാരണത്തിനുള്ള ഏറ്റവും നല്ല സ്പിരിച്വൽ മെഡിസിനാണ്. മനസ്സിലാക്കണം, ഭയനിവാരണത്തിനുള്ള ഏറ്റവും ആത്മീയ ഔഷധമാണത്. കാരണം മനുഷ്യ മനസ്സ് ശാന്തത തേടുന്നതിൽ ആത്മാവിന്, ജീവന്, മനസ്സിന് വലിയ പങ്കുണ്ട്. നമ്മൾ രോഗം വരുമ്പോൾ ഇത്തരം മേഖലകളിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോവാറില്ല. പിന്നെ പൊതുവെ ഡോക്ടേഴ്സ് ഇത് ചർച്ച ചെയ്യാറില്ല. രോഗത്തിൻ്റെ കാരണം, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമെന്നല്ലാതെ മനുഷ്യ ശരീരത്തിൻ്റെ ശാന്തത അത് മനസ്സിൻ്റെ ശാന്തതയിൽ നിന്നാണ്. മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെടുന്നതിൽ ഒരു പ്രധാന വിഷയം ഭയമാണ്, പേടിയാണ്. പല രോഗികളും പേടിച്ച് വിയർത്ത് നമ്മൾ പലപ്പോഴും വലിയ പ്രയാസമുള്ള രോഗികളുടെ മുഖം ശ്രദ്ധിക്കാറുണ്ട്. മങ്ങി അവരുടെ കണ്ണുകൾ വളരെ സൂക്ഷ്മതയോടെ നോക്കാറുണ്ട്. പലപ്പോഴും അവരുടെ നാവും ചുണ്ടൊക്കെ ഡ്രൈ ആയിരിക്കും, ഭയം കൊണ്ട്, പേടി കൊണ്ട്. അത്രയും അവർ വീക്കാവുകയാണ്. അപ്പോൾ ഭയനിവാരണം, രോഗശമനത്തിന് ഭയനിവാരണം വേണം. നമ്മൾ ആത്മവിശ്വാസം എന്നൊക്കെ പറയുന്ന ഒരു വാക്കില്ലേ, സെൽഫ് കോൺഫിഡൻ്റ് എന്ന് പറയുന്നൊരു വാക്കില്ലേ. അപ്പോൾ ഒരു രോഗിയുടെ മനസ്സ് ഇബ്രാഹിമി ശൈലിയെ, ആ ഒരു സംസ്കാരത്തെ കടം കൊണ്ടുകൊണ്ട്, സ്വീകരിച്ചുകൊണ്ട്, അതിനെ അനുധാവനം ചെയ്തുകൊണ്ട്, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു മാനസിക അവസ്ഥ വളർത്തണം. രോഗശമനത്തിലേക്ക് നമുക്ക് പോകണമെങ്കിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ രോഗശമനം എന്ന സ്വാസ്ഥ്യത്തിലേക്ക് പോവാൻ ഇബ്രാഹീമി വചനത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഇത് പരിശുദ്ധ ഖുർആനിലെ രോഗശമന സൂക്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ രോഗം ശിഫയാവാൻ എൻ്റെ ചിന്തയും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആലോചനയും എങ്ങനെ പോകണം എന്നെടുത്ത് നമുക്ക് ഏറ്റവും എഫക്റ്റീവായ, നമുക്ക് ഏറ്റവും ഫലം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ചിന്താ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഇത് രോഗശമനത്തിൻ്റെ ഒരു ക്ലാസ് റൂം ആയതുകൊണ്ട് ഇത് കേവലം ഒരു ചാനലല്ല, ഇതൊരു ഹോസ്പിറ്റലാണ്, ഒരു ഹെൽത്ത് കെയർ ഏരിയയാണിത്. അപ്പോൾ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ്. ഈ വോയിസ്, ഈ ഒരു കാഴ്ച നിങ്ങളെ രോഗാതുരതയിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഇബ്രാഹിം നബി പഠിപ്പിച്ച, പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യം എൻ്റെ രോഗശമനത്തിന് വേണ്ടി ഞാനും പ്രാക്ടീസ് ചെയ്യുന്നു എന്ന തീരുമാനത്തിലൂടെ നിങ്ങൾ ഈ ഒരു വചനത്തിലേക്ക് വരിക. നിശ്ചയം നിങ്ങൾക്കും രോഗശമനം ഉണ്ടാകും. നിങ്ങളും ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.